മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തൂർ ചരിത്രം പറയുമ്പോഴത്തേക്ക് ഏത് വള്ളം കൊണ്ടുവന്നാലും ഈ പുന്നമടക്കായലിൽ ഇതിഹാസന്റെ അവരുടെ ഫൈനൽ ടച്ച് അതാണ് അവരുടെ കരുത്ത്. അതാണ് 5 കൊല്ലമായി പുന്നമടക്കായൽ കാണുന്നതാണ് ഫൈനൽ ടച്ച്. അതിലൂടെ അവർ കയറി വരും. ഓരോ കൊല്ലവും ഓരോ പുതിയ വള്ളമെടുത്ത് അത് ചരിത്രം മുറിക്കുന്ന ക്ലബ് പള്ളാത്തി ബോൾ ക്ലബ് പറയുമ്പോഴത്തേക്ക് കടന്നുപോയ വള്ളം ചിത്രമുള്ള നാലാം ട്രാക്കിലുള്ള ആലപ്പാട കടന്നു 3ാം മത്സരം യഥാർത്ഥത്തിൽ ഈ മത്സരമായിരുന്നു. UBC തലവടി ചുണ്ടനും മേൽപ്പാടവുമായി പോരാട്ടത്തിലും ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകളുടെ വ്യത്യാസം. ജലമേളയിൽ ആവേശത്തോടെ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ് ചുണ്ടൻ വള്ളങ്ങൾ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആര് വിജയിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നിമിഷ നേരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി ആരായിരിക്കും വിജയ കിരീടം ചൂടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് എല്ലാവരും കണ്ണുനട്ട് കാത്തിരിക്കുന്നത്. ജലമേളയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ആരാകും വിജയത്തിലേക്ക് എത്തുക, ആരാകും വിജയ കിരീടം ചൂടുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആരാകും ഒന്നാമതെത്തുക, ആരാകും ഒന്നാമനാവുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓളങ്ങളെ കീറി മുറിച്ച് വിജയ കിരീടം ചൂടുന്ന ചുണ്ടനേത്, ഇതാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. നേടിയതാണ് UBCയുടെ കൈക്കരുത്തിൽ. മത്സരം ആരംഭിച്ചിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ 4ാം ഹിറ്റ്സിൽ 1ാം ട്രാക്കിൽ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകര, 2ാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് പുന്നമട, 3ാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബ്ബ് തുടയുന്ന നിരണം, 4ാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ ആണ് തുടയുന്നത്. അങ്ങനെ പുന്നമട കായലിന് ആവേശം പകർന്നുകൊണ്ട് പുന്നമട കായലില് ഇരു കരകളിലും ജനസഹസ്രങ്ങള് ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാര് നയം 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, 4ാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ. അങ്ങനെ 4 രാജാക്കന്മാരുടെ പോരാട്ടത്തിന് പുന്നമട കായലിന് തീ പിടിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാ കടന്നു വരുന്നു. ആവേശത്തിനിളക്കി നന്നായി എത്തുകയാണ്. ഏറ്റവും ഒടുവിൽ മേൽപ്പാടം ഫിനിഷ് ചെയ്തത് 4.22 സെക്കൻഡിൽ 4.22 സെക്കൻഡിലാണ് മേൽപ്പാടം ഫിനിഷ് ചെയ്തത്. മൂന്നാമത്തെ ഹീറ്റ്സിൽ തൊട്ടു പിന്നിലായി UBCയുടെ തലവടി ഫിനിഷ് ചെയ്തത് 4.23 സെക്കൻഡിൽ 4.23. അതായത് ഈ പറയുന്നത് പോലെ 0.1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, 0.1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മുന്നിലേക്ക് കയറിപ്പോയി മേൽപ്പാടം പള്ളാത്തൂർ ബോട്ട് ക്ലബിന്റെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 4ാമത്തെ ഹീറ്റ്സ് പുരോഗമിക്കുകയാണ്. ഒരിക്കൽ കൂടി 1ാമത്തെ ട്രാക്കിൽ സെന്റ് ജോർജ് ഗാഗുൽത്ത ബോട്ട് ക്ലബ് ചെറുകരയുടെ സെന്റ് ജോർജ് ക്യാപ്റ്റൻ റജി KK, ലീഡിംഗ് ക്യാപ്റ്റൻ ലീരാജൻ സണ്ണി. 2ാമത്തെ ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ ജവഹർലാൽ നെഹ്റു അന്ന് കയറി നിന്ന് ആഘോഷം ചവിട്ടിയ നടുഭാഗം എത്തുകയാണ്. ജിൻഡോ ജോബി ക്യാപ്റ്റൻ, അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ലീഡിംഗ് ക്യാപ്റ്റൻ. 3ാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ്. ഏറ്റവും ആശ്ചര്യം റേസാണിത്. നിരണവും നടുവും തമ്മിലുള്ള മത്സരത്തിനുള്ള വലിയ സാധ്യത. 4ാം ട്രാക്കിൽ ആയാപ്പറമ്പ് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി 4ാമത്തെ ട്രാക്കിൽ തുടങ്ങുന്നത്. അതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 2 ട്രാക്കിലാണ് മത്സരം. നടുഭാഗവും നിരണവും തമ്മിൽ അവർക്ക് പോരാട്ടം അവർ തമ്മിലായിരിക്കുമെന്ന്. നടുഭാഗവും നിരണവും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്നു. ഇതാ പിന്നിടുന്നു, ചിറപിന്നിട്ടു മുന്നിലാണ് നടുഭാഗവും നിരണവും. നെട്ടായം കീറി മുറിച്ച് ആരത്തും ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം ജയപ്രകാശ്. അതെ, 4ാം പാദ മത്സരത്തിൽ
ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടാം ട്രാക്കിൽ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ നിരണം, നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. ഇത് പറയുമ്പോഴത്തേക്ക് മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നടുഭാഗവും രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നടുഭാഗവും മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നിരണവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എണ്ണം പറഞ്ഞു തുഴയെറിയുകയാണ്. കരുമാടിക്കുട്ടന്മാരുടെ കൈക്കരുത്ത് പ്രകടമാക്കുന്ന അബ്രപാളികൾ കൊണ്ട് ജലത്തുള്ളികളെ തൊള്ളി മുറിച്ചുകൊണ്ട് ഈ പുന്നമട കായലിൽ ഇതിഹാസം രചിക്കുവാൻ നടുഭാഗം നേരിട മൂന്നും ട്രാക്കിലൂടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ട് കടന്നു വരുന്നു. കട്ടയ്ക്ക് എന്തൊരു മത്സരമാണ്, എന്തൊരു വീരാണ്. ഒപ്പത്തിനൊപ്പം ഇതാണ് മത്സരം. അങ്ങനെ നിരണമാണോ വിട്ടുകൊടുക്കുന്നില്ല, നടുഭാഗം വിട്ടുകൊടുക്കുന്നില്ല. നടുഭാഗം പുന്നമട ബോർഡപ്പ്, BBC പുന്നമട നിരണം ബോർഡപ്പ്, നടുഭാഗം നിരണം രണ്ട് വള്ളങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. 13-ാം നമ്പർ വള്ളം, 19-ാം നമ്പർ വള്ളം, നടുഭാഗം പോയി തൊട്ട പിന്നിൽ 19-ാം നമ്പർ വള്ളം നിരണവും കിടന്നുപോയി. സെന്റ് ജോർജ് നീ എവിടെയാണ്? അയാപറമ്പ് വലിയ ദിവാഞ്ചി നീ എവിടെയാണ്? അവരും അങ്ങനെ പതുക്കെ തുഴയെറിഞ്ഞ് മനോഹരമായി കടന്നു വരികയാണ്. അങ്ങനെ ചുണ്ടൻവള്ളങ്ങളുടെ 4ാം ഹീറ്റ്സിൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നുപോയ നടുഭാഗവും 3ാം ട്രാക്കിലൂടെ കടന്നുപോയ നിരണവും ഒപ്പത്തിനൊപ്പം ഇഞ്ചുകളുടെ തലനീര് കടന്നുപോയെങ്കിൽ അങ്ങനെ 1ാം ട്രാക്കിലൂടെ സെന്റ് ജോർജ്, 4ാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാന്തിയും അവരങ്ങനെ ആടി പാടി അയ്യട പോയട എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായി തുഴഞ്ഞു വരികയാണ്. ഈ തുഴയെറിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യട പോയടയുണ്ട്, യേശുവേ കർത്താവേയുണ്ട്, ആമിയെ അയ്യപ്പ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് അങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് എന്തോ ഇത് പറയുമ്പോഴത്തേക്ക് എങ്ങാണ്ടൊന്നൊരു കുഞ്ഞിക്കാറ്റോടി വരുന്നു. കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം വന്നാട്ടെ. എങ്ങാണ്ടൊന്ന് കുഞ്ഞിക്കാറ്റോടി വരുന്നു. കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം വന്നാട്ടെ. വെക്കം വന്നാട്ടെ. വെക്കം വന്നാട്ടെ. വേഗം വന്നാട്ടെ. ഇതാ എത്തുകയാണ് 1ാമത്തെ ട്രാക്കിൽ. ഇതാ സെന്റ് ജോർജ് ഏറ്റവും ഒടുവിൽ 3ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്യുന്നു. ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട് അവിടെ നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷന്റെ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി. സ്വാഭാവികമായിട്ടും 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആദ്യ 3 ഹീറ്റ്സിലെ സമയം നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. മേൽപ്പാടവും UBC കൈനഗിരിയും ഇവര് രണ്ടുപേരും തലവടി ചുണ്ടനും മേൽപ്പാടനും തമ്മിലുള്ള സമയമാണ് ഏറ്റവും മികച്ചത്. 4:22, 4:23 കൈനഗരി, 4:22 പള്ളാത്തുരുത്തി. അങ്ങനെ ഇതുവരെ നടന്ന ആദ്യ 3 ഹീറ്റ്സുകളിലെ ഏറ്റവും മികച്ച 2 സമയം 3ാം ഹീറ്റ്സിലെ 1-2 സ്ഥാനക്കാരാണ്. ഇപ്പോൾ തന്നെ വരും 4ാം ഹീറ്റ്സിലെ മികച്ച സമയം. നിരണവും ഒപ്പം നടുഭാഗവും എത്രമാത്രം മികച്ച പോരാട്ടം കാഴ്ചവെച്ചു, എത്രമാത്രം മികച്ച തുഴ എറിഞ്ഞു എന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം മികച്ച മത്സരം വരുമ്പോഴാണല്ലോ മികച്ച സമയം വരിക. അതാണ് അതിന്റെ കാര്യം. തലവടിയും മേൽപ്പാടവും തമ്മിലുള്ള പോരാട്ടം അത്രയും കടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. മികച്ച പോരാട്ടമായിരുന്നു. ആ മികച്ച പോരാട്ടം നിരണവും നടുഭാഗവും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ടും 4ാമത്തെ ഹീറ്റ്സിലും നല്ലൊരു സമയം പ്രതീക്ഷിക്കണം. ശ്രീജ പറഞ്ഞു. വള്ളംകളി ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം നെഹ്റു ട്രോഫിയിൽ 4:19 വിയപുരം കുറിച്ചതാണ്. പക്ഷേ ആ കുറി അവർക്ക് കിരീടം നേടാൻ കഴിഞ്ഞില്ല. 4:19 ഏറ്റവും മികച്ച സമയം. 4:22 ഏറ്റവും ഗംഭീരമായ സമയങ്ങളൊന്നാണ്. 4:23 അതിന് തൊട്ട് പിന്നിൽ നിൽക്കുക അതിഗംഭീര സമയം. അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത് നടുഭാഗവും നിരണവും ഫിനിഷ് ചെയ്ത സമയമാണ്. അതിനനുസരിച്ചായിരിക്കും ആരൊക്കെ ഫൈനലിൽ എത്തുമെന്ന് അറിയാൻ കഴിയും. എക്സാക്ട്ലി അതാണ്. മേൽപ്പാടത്തിന്റെ ആരാധകരാണ് ഇവിടെ മൊത്തം. മേൽപ്പാടത്തിന്റെ ആരാധകരെ നിറഞ്ഞിരിക്കുകയാണ്. റോസ് കോർണർ നമ്മുടെ ചുറ്റും ഇവിടെയാണ്. ഇവരുടെ ആരോഗ്യം കാരണം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റും കഴിഞ്ഞില്ല. എന്നാലും ഏറ്റവും ഒടുവിൽ 4ാമത്തെ ഹീറ്റ്സും ആരംഭിക്കുകയാണ്. 5ാമത്തെ ഹീറ്റ്സ് 3 വള്ളങ്ങൾ മാത്രമാണ് ഉള്ളത്. 3 വള്ളങ്ങൾ 5ാമത്തെ ഹീറ്റ്സിൽ ഏതൊക്കെയാണ്? 1ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് 10th മങ്കൊമ്പ് സെന്റ് പയസ് 10th 5ാമത്തെ ഹീറ്റ്സിലെ 1ാമത്തെ ട്രാക്കിൽ. 2ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കിരി ഫ്രണ്ട്സ് ബോൾ ക്ലബ് കുട്ടനാട് ഫ്രണ്ട്സ് ബോൾ ക്ലബിന്റെ ജവഹർ തായങ്കിരി. 3ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ ഓർത്തു വെക്കുക, പായിപ്പാടനാണത്. കുമരകം ടൗൺ
ടൗൺ ക്ലബിന്റെ പായിപ്പാടൻ. അതെ, കുമരകം ടൗൺ ക്ലബിന്റെ പായിപ്പാട് നമ്പർ 1. കുമരകം ടൗൺ ക്ലബിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പുന്നമടക്കായലിൽ കല്ലൂപ്പറമ്പൻ ചുണ്ടലിൽ വന്ന് ഇതിഹാസം രചിച്ച ക്ലബ്ബാണ് കുമരകം ടൗൺ ക്ലബ്ബ്. എണ്ണമറ്റ് തുഴയെറിഞ്ഞ ചരിത്രമുള്ള ക്ലബ്ബാണ് കുമരകം ടൗൺ ക്ലബ്ബ്. പായിപ്പാട് നമ്പർ 1 അവർ കടന്നു വരുമ്പോഴത്തേക്ക് 2005-ലും 2006-ലും 2007-ലും 2018-ലും ഈ പുന്നമടക്കായൽ ഇതിഹാസ നെഹ്റു ട്രോഫി മുത്തമിട്ട പായിപ്പാട് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് PBC കുട്ടനാടിന്റെ ജവഹർ തായങ്കരിയാണ്. 77, 78, 80, 89, 2010, 2015 ഘട്ടത്തിൽ ഈ പുന്നമടക്കായൽ ഇതിഹാസം രചിച്ച ചരിത്രം കുറിച്ച ജവഹർ തായങ്കരി 2-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 1-ാം ട്രാക്കിലൂടെ സെന്റ് പയസ് 10 ബോട്ട് ക്ലബ്ബ് മംഗപങ്ങനെ 3 ചില രാജാക്കന്മാരുടെ തേരോട്ടത്തിന് പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുകയാണ്.